വണ്ടി എടുത്ത് കൂടിയില്ലേ കൊണ്ടു കയ്യിന് പറ്റിയോ? കാക്കുവിന്റെ കയ്യിന് പറ്റിയോ? നിങ്ങളിവിടെ ഒന്ന് ചായ ഉണ്ടാക്കുക. നിങ്ങളിവിടെ ഒന്ന് ചായ ഉണ്ടാക്കൽ തുടങ്ങിയോ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഹസ്സുകുട്ടി ഞാനും ഉമ്മയൊക്കെ എങ്ങോട്ടൊന്ന് പോകണമെന്നല്ലേ. ഇന്ന് നമ്മളിതാ അൻഷിഫ് മോനിക്കലിൻ്റെ വീട്ടിൽ പോവാട്ടോ. ലസ അൻഷിഫ് ഖാൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ ഏകദേശം ഒരു 2:30 ആ ഒരു ടൈമിലാണ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അസോ കണ്ടോ. അപ്പോൾ ഉമ്മ ഉണ്ട്. ഉമ്മ കുടിരിക്കലിന് വന്നിട്ടില്ലല്ലോ. അപ്പോൾ അന്ന് മുതലേ പറയുന്നുണ്ട് പോകണമെന്ന്. അപ്പം നമ്മളിതാ അവൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാരണം കുടിരിക്കലിന് വിളിച്ച ടൈമിൽ ഉമ്മക്ക് പോരാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്തായാലും വരണം എന്ന് അവൻ പറയാറുണ്ട്. അപ്പം നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ അവൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. പോവല്ലേ ഹസ്? പോവല്ലേ അമ്മ? പോവല്ലേ? ഹസുട്ടി പോവല്ലേ? റെഡിയല്ലേ? അപ്പം നമ്മളിതാ മണ്ടൂർ എത്തിയപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. കാരണം വൈകുന്നേരമാണല്ലോ നമ്മൾ പോകുന്നത്. ഏകദേശം ഒരു വീട്ടിൽ നിന്ന് 2:45 ആ ഒരു ടൈമിലാണ് പോയിരുന്നത്. നല്ല വെയിലുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് ലോങ് ഉള്ളത് കൊണ്ട് റിട്ടേൺ വരുന്നതുകൊണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചതാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അൻഷിഫ് ഇല്ല കേട്ടോ. അവന് പുറത്ത് പോയതായിരുന്നു. കാരണം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാങ്കിൽ പോകണമെന്ന്. പക്ഷേ നമ്മൾ എത്തിയപ്പോൾ അവനില്ലായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ ശേഷമാണ് വന്നിട്ടുള്ളത്. സ്കൂളിൽ പോയണ്ട? ആരാ പോലെ? അയ്യോ, എത്രയിലാ? LKG-ലോ? ഈ സ്കൂളിൽ പോയണ്ടോ? പോവില്ല. ഇത് പോവേണ്ടോ? പോലില്ല. ഈ ഓരോ കാട്ടയുണ്ട് പറഞ്ഞേ. ആണോ? ഈ ഓരോ അടിക്കണ്ടോ? ചെറുതായിട്ട്. ഈ ഓരോ വണ്ടി എടുത്ത് കൂടിയില്ലേ? അല്ലേ? ഇല്ല, ഇമ്മ ഇറങ്ങി നോക്ക്. ചാടി കളിക്കുന്നുണ്ട്. ഓർക്ക് കളിക്കാം. പേടിയാ? പേടിയുണ്ടോ? ഇതിലിങ്ങനെ ഇറങ്ങി നോക്കുതാ. പോണേ ഞാൻ ആസുട്ടിക്ക് എന്തായാലും ഇറങ്ങണം കേട്ടോ. അപ്പൊ നമ്മള് ഓനെ ഇല്ല. ഇറങ്ങി നോക്ക്. ഇറങ്ങി നോക്ക്. ഈ ചെക്കനെ പൊട്ടൂല. കണ്ടില്ല ഓനൊക്കെ ചാടി നോക്കൂ. അബ്രും ഇബ്രൊക്കെ ഏതോ പോലെ അതിന് ഓനൊരു പേടി. കൊണ്ടോ കായട്ടെടുത്തേക്കാം. കയ്യിന് പറ്റിയോ? കാക്കുവിന്റെ കയ്യിന് പറ്റിയോ? ആരവിടെ ഓടി കളിക്കണേ?
ഇത് തായില്ലേ ചെതലിടിച്ചില്ലേ. എങ്ങനെയുണ്ടമ്മ വീട് കാണാന്? ഇഷ്ടായോ? നിങ്ങളിവിടെ കേറുകയല്ലേ? ഇറങ്ങിയാണി അത് ഓരോ റൂമാണ്. അല്ല നിങ്ങളിവിടെ ഒന്ന് ചായ ഉണ്ടാക്കുക. നിങ്ങളിവിടെ ഒന്ന് ചായ ഉണ്ടാക്കൽ തുടങ്ങിയോ? ഓലുണ്ടാക്കി തരാത്തോണ്ട് നിങ്ങൾ എന്നെ എടുത്ത് കുടിക്കുക അല്ലേ? വരും. ഈ കേറില്ലേ ഫൈനലി? പേടി മാറിയപ്പോ ഇവിടെ ഇരിക്കാനൊക്കെ ഉണ്ട്. അതാ കോട്ടയൊക്കെ ഉണ്ട്. ഈവനിങ് ഒക്കെ അത് ഓണാക്കിയാ അപ്പുറോ ഇന്ന് ക്ലാസ്സിന് പോയില്ല? പോയില്ല ക്ലാസ്സിന് പോയില്ല? ക്ലാസ്സില്ലേ? ഓന് കൊറേ മാർക്ക് കിട്ടി. എന്നോട് വന്നപ്പോ ഓന് മാർക്ക് കിട്ടിയ കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എത്ര മാർക്ക് കിട്ടിയേ? എത്ര മാർക്ക്? ചാക്ക് നിറയെ മാർക്ക് കിട്ടിയോ? ഓ നല്ല കുട്ടിയല്ലേ അമ്മ? ഓൻ പഠിച്ചലുണ്ട് കേട്ടോ. നല്ല പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ നമ്മള് പേടി മാറിയില്ല. എനിക്ക് പേടി മാറിയില്ലേ? അപ്പൊ നമ്മള് വന്നപ്പോ കുഞ്ഞോളെ സ്പെഷ്യൽ ആയിട്ടുള്ള ബിരിയാണി ഒക്കെ കഴിക്കാൻ കഴിഞ്ഞില്ലമ്മ. അപ്പൊ ടേസ്റ്റ് ഉണ്ടോ നോക്കിട്ട് പറഞ്ഞു തരട്ടോ. അപ്പൊ നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. പക്ഷെ പ്രതീക്ഷിക്കാതെ വന്നാട്ടോ. എന്തായാലും നമുക്ക് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം പറയാം. വന്നപ്പോ വീട്ടുകാരനെ കാണില്ല കേട്ടോ. കുഞ്ഞോക്കെ സമ്മാനം കൊടുക്കണ്ട. വീട്ടുകാരെ മൂന്നാളും നോക്കണം കേട്ടോ. വീട്ടില് എന്താ ഒക്കെ ഞങ്ങളവിടെ വന്നപ്പോഴേ നിങ്ങള് ഫുള്ള് എന്താണ് അരീക്കോടൻ വിഭവങ്ങൾ തപ്പി ഇറങ്ങിയതാ. ഇവിടെ വെറും എന്താ സമൂസ ഉള്ളിക്കറി മാത്രം. ചോറിപ്പിള് വിളിച്ചില്ലോ രാവിലെ തന്നെ. പറയാതെ വന്ന ഞങ്ങളോട് ഉണ്ടാവില്ല. പറയാതെ വന്ന ഞങ്ങളോട് ഉണ്ടാവില്ല. പോയതിന്റെ ഇടയിൽ ഭാഗമായിട്ട്
എടി ഞാൻ നേരം വൈകിയോ എന്താ വർത്താനോ ഒക്കെ നല്ല തടിച്ചല്ലോ. നോക്കി സമാധാനില്ല. കുഞ്ഞോള് നല്ലോ ആരെ പൈസ എടുത്ത് കേടെടുത്തിട്ടോ കുഞ്ഞോള് നല്ലോ തടിച്ചണല്ലോ. എന്താ രഹസ്യം? വണ്ടി അപ്പൊ അൻഷിപ്പിന്റെ കൂടി കൈക്കല് കുഞ്ഞോളായിരിക്കാരല്ലേ? തടിച്ചും ചെയ്ത് അതാ മനസ്സിലായില്ല ആരെ കുട്ടികളെ നോക്കുന്നത് കുഞ്ഞോളെ തടിച്ച് മനസ്സിലായില്ല ആരെ കുട്ടികളെ നോക്കണത് മനസ്സിലായി. അതെ ഞാൻ ഇപ്പൊ അടിമയാണ് ഞങ്ങളൊരു വന്നപ്പോ അടിമലേ. അതുവരെ ഒരു അൽക്കൂല്ലേ. എന്റെ ക്ലാസ് എവിടെ? ക്ലാസ് ആണോ ഞാൻ ഇപ്പൊ അടിമയാണ് വേറെ പോന്നപ്പോഴേ വന്ന് കേൾക്കേണ്ടി വരും. പെണ്ണുങ്ങളാപ്പിളേനെ കുട്ടികളൊരു തരായിയാണ്. ഡ്രൈവിംഗ് പഠിക്കണോ? ബിരിയാണിന്റെ കാര്യത്തിലൊരു ഗ്യാരണ്ടി ഇല്ല. അല്ല കുഞ്ഞോളുണ്ടായി ഞങ്ങൾക്ക് കഴിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായല്ലോ. ഞങ്ങൾ തണലിൽ ജീവിക്കാം. പണി കഴിയുമ്പോൾ നമ്മൾ തണലിൽ ജീവിക്കാം. അവിടെ വെച്ച് കട്ട് ചെയ്യണോ കട്ട് ചെയ്യണോ ചോറ് എന്നാലും പ്രശ്നമില്ല വെക്ക് വെക്ക് പുതിയാപ്പിളിനെ കൊണ്ട് പിന്നെ വരണ്ട. ഉമ്മാക്കാണ് അത് ഇവിടെ കാണിക്കുക. നിങ്ങളെന്താ കുടിക്കല് വരാഞ്ഞപ്പോ കുഴപ്പല്ലേ ഇപ്പച്ചിയോ അപ്പൊ ഇപ്പച്ചിനെ കൊണ്ടേ ഇതുകൊണ്ട് ഏൽക്കൂലേ ഓനൊക്കെ മൂത്ത് നരച്ചിരുന്നു ഞങ്ങളെ കണക്കിലൊക്കെ വലുതായി മൂത്ത് നരച്ചു അല്ലേ വയസ്സനായിക്കണേ ഇനി അടുത്ത കുട്ടിക്കില്ല തയ്യാറെടുപ്പുകളാണ്. എന്നാ പിന്നെ കുഞ്ഞോളെ എടുക്കാനും ഉണ്ടാവില്ല. കുഞ്ഞോള് തടിച്ചേക്കുക തന്നെ കുഞ്ഞോള് നാളെ വന്നെ അവിടെ വന്നുണ്ട്. അല്ല കുഞ്ഞോളെ മാത്രം പറയാം. അൻഷിപ്പിന്റെ മാറ്റങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കൂ പ്രേക്ഷകർക്ക്. വയറൊക്കെ ചാടിയില്ലേ? ചോറിന് പോയതായിരുന്നല്ലോ. അപ്പൊ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. ഞാൻ ബിരിയാണി പിന്നെ അവിടുന്ന് ചെക്കന്മാര് ചായ എടുക്കാൻ വിളിച്ചപ്പോ അങ്ങനെയും പോലും വീട് എങ്ങനെയുണ്ട് അമ്മ? മക്കെല്ലാം ഇഷ്ടായിട്ടോ? അയ്യൊന്നുമില്ല. വീട് ഒന്നാറായി നല്ലതായിരുന്നു. ഒക്കെ സെറ്റപ്പായി. അതുകൊണ്ടാണ് എല്ലാവർക്കും കഴിഞ്ഞില്ലേ? വീട് ഓവറൊന്നുമില്ല. നല്ല ഇഷ്ടായില്ലേ? വന്നപ്പോ പറയലോട്ട് നല്ല വീട്. എന്തായാലും നിങ്ങളാ വീട് അത് വേറെ ലെവൽ തന്നെയാണ്. അത് പിന്നെ ഒരാൾക്ക് ഉണ്ടാക്കണം കരുതിയാലും ഉണ്ടാക്കാൻ കഴിയൂല അങ്ങനത്തെ വീട്. അതുകൊണ്ട് ഈ കാര്യം ഒരു വിട്ടു പോകത്ത് ഇവരോട് പോകാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇല്ല ഇവർക്കൊരു പോകേണ്ട ആവശ്യമില്ല. ഒരു പിന്നെയല്ലേ. പക്ഷെ ഇവര് നിർത്തണ നല്ലതല്ല. കാരണം അങ്ങനെ അധികം സെപ്പറേറ്റ് ആക്കണം. അപ്പോഴേ സ്നേഹം ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോലെ കൂടെ ഞങ്ങളും ഉണ്ടാവും. മകളും അല്ല കേട്ടോ. ഇത് അമ്മായിമ്മയും മരുമകളും ആണ്. ഇവിടെ എല്ലായിടത്തും ഇപ്പൊ ഉമ്മാനെ കൊണ്ട് നടക്കുള്ളൂ അല്ലേ? അല്ലേ? അപ്പൊ പെൺകുട്ടികളുണ്ടെങ്കിൽ അന്നെ ചിലപ്പോ അതാണ് ഇപ്പൊ പറഞ്ഞത്. അല്ല പോണ്ട ഇവിടെ കൂടാൻ തീരുമാനിച്ചോ? ഇവിടെ വണ്ടി ഉണ്ട്. വീട്ടും ചെച്ചു കേട്ടോ. എപ്പൊ വരുമ്പോ ഇതിലേക്ക് പോകും കേട്ടോ. എല്ലാരും കൊണ്ടുപോയി കേട്ടോ. എന്നാലും എല്ലാവർക്കും എല്ലാവരും വന്നല്ലോ. അവരെല്ലാരും കേട്ടോ. മലി കൊണ്ട് വരുന്നപ്പോ അന്ന് പുറപ്പെടുകയല്ലേ. ഇനി അവിടെ എത്തുമ്പോത്തിന് കട്ടന്നെ
ഉണ്ടാവുന്ന പറഞ്ഞത് ഒരാൾ ചെയ്യാൻ മനസ്സിലായി. പറയണോ കുഞ്ഞോളെ കുറിച്ച് പറഞ്ഞോളൂ. അൻഷിപ്പിന് പറ്റിയ അൻഷിപ്പും കുഞ്ഞോളും തീരെ ഒക്കൂലല്ലോ. നല്ല ജോഡിയാ വിചാരിക്കില്ലേ. എന്നാ പോയി. അസ്സലാമലൈക്കും. അല്ല വേണ്ട, ഞാൻ പോയി.